നമസ്കാരം. രാഹുൽ ഗാന്ധിയെ ഇനി പപ്പു എന്നൊന്നും വിളിക്കരുത് കേട്ടോ. അയാളെ ഇപ്പോൾ ജനം അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് കോർപ്പറേറ്റ് സെക്ടറിൽ സീനിയർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈയിടയ്ക്ക് പറയുകയുണ്ടായി. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കേട്ടോ, അതാണ് ഞാനിങ്ങനെ വായിക്കുന്നത്. അപ്പോഴാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു പുതിയ ഐറ്റവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഈ BJPയുടെ ഓഹരി കുംഭകോണം, എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായല്ലോ. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും ചെയ്തു. അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇങ്ങനെ സ്വയം അപഹാസ്യനാകുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വസ്തുതകൾ നോക്കിയാൽ എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയർന്നു എന്നുള്ളത് വസ്തുതയാണ്. നിഫ്റ്റി 20,307 വരെ ഉയരത്തിലെത്തി. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും നിഫ്റ്റി സൂചിക 21,300 വരെ താഴുകയും ചെയ്തു എന്നുള്ളതും സത്യം. ഇന്നിപ്പോൾ ഇത് എഴുതുമ്പോൾ നിഫ്റ്റി സൂചിക 22,930 അതായത് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് വീണ്ടും ശക്തി പ്രാപിച്ച് തിരികെ വന്നിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നപ്പോൾ കുതിച്ചതും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതും എന്ന് ചിന്തിക്കുവാനുള്ള മൂള പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. BJP ഭരണം വീണ്ടും വരുമെന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകി എന്നുള്ളതല്ലേ അതിൻ്റെ തുടക്കം? ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കുമെന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത 5 വർഷം വരെയും തുടർച്ചയായി മുന്നോട്ട് പോകുമെന്നും ഇന്ത്യൻ എക്കോണമി അടുത്ത 3 വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെയും ഒപ്പം തന്നെ വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായി എന്നുള്ളതല്ലേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മാർക്കറ്റ് കുതിച്ചു കയറി. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അഴിമതിക്കാരും മതതീവ്രവാദികളും അടങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന മഹാൻ നയിക്കുന്ന മുന്നണി ഇന്ത്യയുടെ ഭരണം പിടിക്കുമെന്ന് വിപണി ഇടയ്ക്ക് സംശയിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക പിന്നെ എങ്ങനെയായിരിക്കും തകർന്ന് തരിപ്പണമാകാതിരിക്കുന്നത്? അങ്ങനെ ആകുമെന്നുള്ള സാമാന്യ ബോധ്യമുള്ള ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് നിക്ഷേപകർ പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിറ്റത്. തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നപ്പോൾ നിക്ഷേപകർക്കപ്പോൾ ആശ്വാസമായി. കാരണം ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായി എന്നുള്ളതാണ്. അതോടെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപകർ തിരിച്ചു വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വീണ്ടും ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന അവസ്ഥ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും തകർന്നടിയും. നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിയും. വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിൽ ഇല്ലാതാകും. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പകുതിയായപ്പോൾ ഇന്ത്യയിലെ വ്യാപാരി സമൂഹം വലിയ ആശങ്കയിലായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് BJP ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു, സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻകുതിപ്പ് നടത്തുന്നു, സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നു എന്നും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു എന്ന് കേട്ടാൽ നിക്ഷേപകർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു എന്നും ആലോചിക്കാൻ അത്തരത്തിലുള്ള ഒരു മൂളയെങ്കിലും അയാൾക്കില്ലാതെ പോയല്ലോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്വയം ട്രോൾ ചെയ്യുക ആണ് രാഹുൽ ഗാന്ധി അതിലൂടെ ചെയ്തത്. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു ആ മഹാനെ. രാഹുൽ ഗാന്ധി മണ്ടനോ ക്രിമിനലോ ആകട്ടെ, അയാൾ ഇന്ത്യ ഭരിക്കുമെന്ന് കണ്ടാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യമെങ്കിലും പ്ലീസ് മനസ്സിലാക്കുക. രാഹുൽ ഗാന്ധി ഭയം പോയതോടെ ഇന്ത്യ വീണ്ടും മുന്നോട്ട് തന്നെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ജിതിൻ കെ ജേക്കബ് ഇട്ട ഒരു പോസ്റ്റാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരല്പമെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ മൂള ഉണ്ടായിരുന്നുവെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്നതും കിതയ്ക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. ഫലപ്രഖ്യാപനത്തിന് മുൻപുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP 400 സീറ്റോളം നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞപ്പോൾ കുതിച്ചുയരുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കണ്ടപ്പോൾ സാധാരണ മനുഷ്യൻ മനസ്സിലാകും എന്തുകൊണ്ടാണ് എന്ന്. അതായത് BJP അധികാരത്തിലെത്തുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാ വ്യവസായികൾക്കും നിക്ഷേപകർക്കും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയർന്നു. എന്നാൽ ഫലപ്രഖ്യാപനം വരുന്ന ദിവസം, തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന ദിവസം ഏകദേശം പകുതിയോളം ഉച്ചയോടുകൂടി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങി. എന്തുകൊണ്ട്? ആ സമയത്തിന് 235 എന്ന് പറയപ്പെടുന്ന ഒരു സീറ്റ് സംവിധാനം 50-50 NDAയും ഇന്ത്യ മുന്നണിയും കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ മുന്നണിയിൽ, അല്ലാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണിയും നരേന്ദ്രമോദി നയിക്കുന്ന മുന്നണിയും ഒരു തുല്യ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ പറയുന്ന നിക്ഷേപകരും വ്യവസായികളും അടക്കം ഭയപ്പെട്ടു എന്നുള്ള കാര്യം സത്യം. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടായി എന്നുള്ളത് സത്യമാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ അവിയൽ മുന്നണി സംവിധാനമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വല്ലാത്ത ഒരു ആശങ്ക ഈ വ്യാപാരികളുടെ ഇടയിലും വ്യവസായികളുടെ ഇടയിലും നിക്ഷേപകരുടെ ഇടയിലും ഉണ്ടായപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ചു എന്നുള്ളതാണ്.
ആ പിൻവലിക്കലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടാക്കിയത്. ഇത് സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മാഷേ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. പക്ഷേ മഹാനായ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത് മനസ്സിലാക്കാതെ വലിയ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു, സാമ്പത്തിക രംഗം ഇടിഞ്ഞു താഴുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുമായി വന്നത് വല്ലാത്ത ബുദ്ധിശൂന്യതയാണ് എന്ന് പറയാതെ എന്തെടുക്കാൻ. പിന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളൂ. മണ്ടത്തരങ്ങൾക്ക് കയ്യും കല്ലും വെച്ച ആളാണല്ലോ ഈ പാവം.